രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല. LPG സിലിണ്ടറുകൾക്കായി വലിയ നഗരങ്ങളിലടക്കം ജനത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. LPGയുമായി ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട് 2 കപ്പലുകൾ അടുത്ത ദിവസം ഇന്ത്യൻ തീരത്തെത്തും. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 200-300 മീറ്റർ നീളത്തിൽ വലിയ ക്യൂ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. ഈ സ്ത്രീകളൊക്കെ എത്ര മണിക്കാണ് വന്നത് എന്നത് അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. हम लोग 3 बजे आए थे. 3 बजे 3 മണിക്ക് ഗ്യാസ് കുറ്റിയുമായി വന്ന ആളുകളാണ്. മഹാരാഷ്ട്രയിലെ നവി മുംബൈയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും LPG സിലിണ്ടറിനായി നീണ്ട നിര. വിവിധ സംസ്ഥാനങ്ങളിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും പരിശോധിക്കുന്നതിന് തിരച്ചിൽ തുടരുകയാണ്. ഉത്തർപ്രദേശിൽ 50-ലേറെയും മധ്യപ്രദേശിൽ 60-ലേറെയും LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിച്ച സിലിണ്ടറുകളാണ് പിടിച്ചെടുത്തത്. അതേസമയം പാചകവാതക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. പൈപ്പ് വഴി പ്രകൃതിവാതക കണക്ഷനുള്ള വീടുകളിൽ ഇനി മുതൽ ഗാർഹിക LPG സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ അനുമതിയില്ല. പുതിയ ഭേദഗതി ഉത്തരവ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കി. ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കി പാചകവാതക വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അതേസമയം ഹോർമുസ് കടന്ന ഇന്ത്യൻ പതാകയേന്തിയ ശിവാലിക്, നന്ദാദേവി കപ്പലുകൾ നാളെയോടെ ഇന്ത്യൻ തീരത്തെത്തും. 92,700 ടൺ LPG ശേഖരവുമായാണ് കപ്പലുകൾ മുന്ദ്ര, കണ്ടല തുറമുഖങ്ങളിൽ എത്തുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം നാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.